5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്നലെ വീണ്ടും വിവാദമായി. ഭാരതാംബയുടെ ചിത്രം വേണോ വേണ്ടയോ ഒരു ഫംഗ്ഷനിൽ എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ തർക്കമായി. ആ ചിത്രത്തെ സംബന്ധിച്ച് അത് RSSൻ്റെ ചിത്രമാണ്, ഭാരതത്തിൻ്റെ ചിത്രമാണ്, ഇങ്ങനെ വലിയ ഒരു തർക്കമാണ്. ഗവർണറും കേരള മന്ത്രിസഭയിലെ കൃഷിമന്ത്രിയും പിന്നെ മുഖ്യമന്ത്രിയും എല്ലാവരും ഏറ്റുപിടിച്ച വലിയൊരു വിവാദമുണ്ടായി. എന്താണ് ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ ചരിത്രം എന്ന് പരിശോധിക്കാം. പിന്നെ അതിൻ്റെ മറ്റ് രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക, ജാതി, മത, വർഗ കാര്യങ്ങളൊക്കെ രണ്ടാമത് നോക്കാം. 1905 രവീന്ദ്രനാഥ ടാഗോറിൻ്റെ അനന്തരവനായിട്ടുള്ള അബനീന്ദ്രനാഥ് ടാഗോറാണ് ഈ വീഡിയോടൊപ്പം ചേർത്തിട്ടുള്ള ഒരു ചിത്രം ഭാരതാംബ എന്നുള്ള സങ്കല്പത്തിൽ വരയ്ക്കുന്നത്. കാരണം അന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ എന്ന പൊളിറ്റിക്കൽ യൂണിറ്റിക്ക് അപ്പുറമുള്ള അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തിൽ കുറേ നാട്ടുരാജ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു സംവിധാനമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ കൂടി രാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് സ്വാതന്ത്ര്യ സമരം നടന്നുകൊണ്ടിരിക്കുന്നതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഭാരതം എന്ന വികാരം കൊണ്ടുവരിക എന്നതൊക്കെ ഈ വരച്ചവരുടെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് ബംഗാൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി, വന്ദേ മാതരം, രവീന്ദ്രനാഥ ടാഗോർ, ജനഗണമന, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ, ഇന്ന് കാണുന്ന ബംഗാളും തല്ലും പൊളിയൊന്നുമല്ല, സ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് ബംഗാൾ. ബംഗാളിലെ കവിതകൾ, കഥകൾ, സാഹിത്യകാരന്മാർ, രവീന്ദ്രനാഥ ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി അങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെ 1905 ഈ ചിത്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് 4 കൈയുള്ള ഒരു ചിത്രമാണ് ഒരു അമ്മയുടെ ചിത്രം. സ്ത്രീ എന്ന സങ്കല്പത്തിൽ ഭൂമിയും സ്ത്രീയായിട്ടാണ് സങ്കല്പിക്കുന്നത്. മാതാവ് എന്നുള്ള സങ്കല്പത്തിൽ അമ്മ എന്നത് വലിയൊരു സങ്കല്പമാണല്ലോ. ഒരു കയ്യിൽ പുസ്തകം അറിവാണ്. രണ്ടാമത്തെ കയ്യിൽ നെൽക്കറ്റ, അത് കൃഷിയുടെ സിമ്പലാണ്. മൂന്നാമത് വെളുത്ത തുണി, അത് സമാധാനത്തിൻ്റെ സിമ്പലാണ്. പിന്നെ രുദ്രാക്ഷമാല, അതൊരു ആത്മീയതയുടെ സിമ്പലായിട്ടുള്ള. അപ്പോൾ 4 കാര്യങ്ങൾ: പുസ്തകം, നെൽക്കറ്റ അതായത് കതിര്, പിന്നെ അതുപോലെ തന്നെ വെളുത്ത തുണി, പിന്നെ രുദ്രാക്ഷം. ഇത് 4 വച്ചുകൊണ്ടാണ് ആ ചിത്രം വന്നത്. അത് കഴിഞ്ഞിട്ട് 1873, അതിന് മുമ്പേ 1873 തന്നെ കിരൺചന്ദ്ര ബന്ദോപാധ്യായ സംവിധാനം ചെയ്ത ഭാരതമാത എന്നൊരു ഒരു നാടകവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു വന്ദേ ഭാരതവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഭാരത് മാതാ കീ ജയ് എന്ന മുദ്രാവാക്യം സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യം മുഴുക്ക അലയടിച്ച ഒരു മുദ്രാവാക്യമാണ്. ഇവിടെ എന്താണ് ശരിക്കുമുള്ള പ്രശ്നം? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മ്യൂണിസ്റ്റുകാരും എന്നോട് പിണങ്ങരുത്. കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വായിക്കുകയും പഠിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നന്നായി. ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും വ്യക്തിപരമായി എനിക്ക് ബന്ധവുമില്ല. എല്ലാവരുമായി സമദൂര സിദ്ധാന്തമാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭാരതമെന്നോ കേരളമെന്നോ ഇന്ത്യയെന്നോ തിരുവനന്തപുരമെന്നോ ഒന്നുമില്ല. സാർവദേശീയമായിട്ടാണ് ചിന്തിക്കുന്നത്. ലോകത്തിലെ എല്ലാവരുടെയും ക്ഷേമം എന്നുള്ള സങ്കല്പമാണ് അവിടെ കിടക്കുന്നത്. അവിടെ രാഷ്ട്രം ഇല്ല, ദേശീയതയില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ 1947 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഈ സ്വാതന്ത്ര്യമല്ല നമുക്ക് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് EMS ഒക്കെ ലേഖനം എഴുതി. കരിങ്കൊടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്നുള്ളൂ, BJP ഇല്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടികൾ നടക്കുമ്പോൾ കരിങ്കൊടി ഉയർത്തുകയും പതാകയെ അവഹേളിക്കുകയൊക്കെ ചെയ്ത്, അല്ലാതെ ഇല്ല, അങ്ങനെ ഒരു രാജ്യമില്ല, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടായിരുന്നത്. അവർ സാർവദേശീയമായി മാത്രമാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതാംബയെ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയിപ്പം RSSൻ്റെ കൊടിയായാലും ഏത് കൊടിയായാലും കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കുന്നില്ല. താത്വികമായി അംഗീകരിക്കുകയും ചെയ്യരുത്. ചെയ്യുന്നത് തെറ്റാണ്. പിന്നെ വേണമെങ്കിൽ തട്ടിപ്പം പരിപാടികളൊക്കെ വെച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം ഇല്ല, രാഷ്ട്രാതീതമാണ്. എന്താണ്, അതിരുകളില്ലാത്ത ലോകം വരുമെന്നാണല്ലോ. എല്ലാ അതിരുകളും പൊട്ടി പോകുമ്പോഴാണല്ലോ മാർക്സിസം വരുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസം വരുന്നത്. സോഷ്യലിസം വന്ന് കമ്മ്യൂണിസം ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിരുകളില്ല. അപ്പോൾ അതുകൊണ്ട് സാർവദേശീയം പോലുമില്ല. രണ്ടാമത് പിന്നെ വിളക്ക് ഇല്ല, തെരികൊളുത്തലില്ല. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. ആകപ്പാടെ അവർ ചെയ്യുന്നത് രക്തസാക്ഷി ആളുകൾക്ക് മണ്ഡപം പണിയുകയും പൂവിടുകയും ചെയ്യുന്ന മാത്രം പരിപാടിയേ ഉള്ളൂ. അതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയില്ല. അതും
വേണോ എന്നുള്ളത് താത്വികമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ സംഭവിച്ച കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഗവർണറുടെ അവിടെ നിന്ന് കത്ത് കൊടുക്കുന്നു, നമ്മുടെ പ്രസാദ് മന്ത്രിയുടെ ഓഫീസിലേക്ക് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രോഗ്രാം കൊടുക്കുന്നു. പക്ഷേ അവസാന പ്രോഗ്രാമിൽ ദീപം തെളിക്കലും ഭാരതാംബ ദേവിയെ വന്ദിക്കലും അല്ലെങ്കിൽ പിന്നെ പൂജിക്കലും എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് കൊടുത്തപ്പോൾ നോട്ടിൽ പ്രോഗ്രാമിൽ കൊടുത്തപ്പോൾ ഏതാണ് ഭാരതാംബ, ആരാണ് ദേവി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ വരില്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, എനിക്കതിൽ RSSൻ്റെ ചിത്രമാണ് എന്ന് പറഞ്ഞു പോയി. അങ്ങനെ പോകാതെ പോയി. പിന്നെ അത് വലിയ വിവാദമായി. ഗവർണർ അത് തന്നെ തുടർന്നു. വലിയൊരു ചർച്ചയിലേക്കൊക്കെ വിഷയം പോയി. ഒരിക്കലും ഭാരതമാതാ കീ ജയ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിക്കാറില്ല. അത് ഒരു കാലത്തുമില്ല, ഇനി ഉണ്ടാകാൻ പോകുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഷ്ട്രം എന്ന സങ്കല്പത്തിന് വലിയ വില കൊടുക്കാത്ത ഒരു പാർട്ടിയിൽ നിന്ന് ഇതിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. കാരണം അവരുടെ അടിസ്ഥാനപരമായി ഉള്ളിൽ കിടക്കുന്നത് ഈ പറയുന്ന കാര്യമാണ്. പിന്നെ ഗവർണറുടെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ വയ്ക്കണോ വേണ്ടേ എന്നുള്ളതിനെ സംബന്ധിച്ച് ഓരോ മന്ത്രിമാരും പല ആളുകളുമൊക്കെ വരുമ്പോൾ പല സംവിധാനങ്ങളിൽ വിവാദങ്ങളില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഗവർണറുടെ ന്യായം ഇത് ഭാരതാംബയാണ്, ഭാരതമാണ്. ഒരു കാര്യം കൂടെ പറയുന്നത് അവസാനമായി, ഇതിനകത്ത് കാണുന്ന കൊടി RSSൻ്റേതാണെന്ന് പറയുന്നത് RSS ഇത് എടുത്തതാണ്. ഭാരതാംബയും RSS എടുത്തതാണ്. ഈ കൊടിയും RSSന് മുമ്പേ നമ്മുടെ വിജയത്തിൻ്റെയൊക്കെ രാജാധികാരത്തിൻ്റെയൊക്കെ കൊടിയായി ഉണ്ടായിരുന്നതാണ് രാജ്യത്ത്. കാവിക്കൊടി RSSനുള്ളതല്ല, അത് ഭാരതത്തിൻ്റെ ഹിന്ദുക്കൾ ഉപയോഗിച്ചിരുന്നതാണ്. കാവി വസ്ത്രവും ഹിന്ദുക്കൾക്കുള്ളതാണ്, അത് RSS എടുത്തതാണ്. അതുകൊണ്ട് അത് RSSന് വിട്ടുകൊടുക്കണോ എന്നുള്ള സുരേഷ് ഗോപിയുടെ ചോദ്യവും വളരെ പ്രസക്തമാണ്. ഭാരതമാതാവ് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അതിൽ കൃഷിയുണ്ട്, പുസ്തകമുണ്ട്, രുദ്രാക്ഷമുണ്ട്, വെള്ളവസ്ത്രമുണ്ട്. എല്ലാം കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഭാരത മാതാവിനെ എടുക്കണോ വേണ്ടേ എന്ന് ലോകം, കേരളവും ഇന്ത്യയും ചർച്ച ചെയ്യട്ടെ.